Welcome to the video. This video is know the difference between attributive adjective and predicative adjective. Adjective എന്താണെന്ന് മനസ്സിലാക്കുക ആദ്യം. Adjective എന്താണെന്ന് അറിയാൻ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട്. Adjective always modifies the noun in a sentence. It always modifies the noun and also the pronoun. Pronoun എന്ന് വെച്ചാൽ എന്താ? Pronoun replaces the noun to avoid repetition. ഇതെല്ലാം മനസ്സിലാക്കിയിട്ടുണ്ട് പാർട്സ് ഓഫ് സ്പീച്ച് എന്നുള്ള വീഡിയോയിൽ. അപ്പോൾ ഇവിടെ അഡ്ജക്റ്റീവിലത്തെ രണ്ട് ടൈപ്പ് ഉണ്ട്, ആട്രിബ്യൂട്ടീവ് അഡ്ജക്റ്റീവ് ആൻഡ് പ്രെഡിക്കേറ്റീവ് അഡ്ജക്റ്റീവ്. ഇത് വളരെ ഈസിയാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ. അപ്പോൾ ഇത് എന്താണെന്ന് നമുക്ക് നോക്കാം. ആട്രിബ്യൂട്ടീവ് ആൻഡ് പ്രെഡിക്കേറ്റീവ് അഡ്ജക്റ്റീവ്സ് രണ്ടിനെയും മനസ്സിലാക്കാം. When the adjective is used attributively, it comes before the noun it qualifies. ഈ ആട്രിബ്യൂട്ടീവ് അഡ്ജക്റ്റീവ് ആണെങ്കിൽ അതും ആ നൗൺ, അത് വിശേഷിപ്പിക്കുന്ന ആ നൗണും തൊട്ടുണ്ടാവും. വളരെ ഈസിയാണ് നിങ്ങൾക്ക് അത് ഐഡന്റിഫൈ ചെയ്യാൻ. എ ഗുഡ് സ്റ്റോറി എന്ന് പറയുന്ന ഈ ഗ്രൂപ്പ് ഓഫ് വേർഡ്സിൽ അഡ്ജക്റ്റീവും ഉണ്ട്, അത് വിശേഷിപ്പിക്കുന്ന നൗണും ഉണ്ട്. ഏതാണ് അഡ്ജക്റ്റീവ്? ഗുഡ്. അതെന്തിനാ മോഡിഫൈ ചെയ്യുന്നത്? സ്റ്റോറി, അതൊരു നൗണാണ്, കഥ. ഗുഡ് എന്നുള്ള അഡ്ജക്റ്റീവും ആ സ്റ്റോറി എന്നുള്ള നൗണും അടുത്തടുത്താണ്. ആ അഡ്ജക്റ്റീവ് കഴിഞ്ഞിട്ടാണ് അത് മോഡിഫൈ ചെയ്യുന്ന നൗൺ വരുന്നത്. അത് ഓർമ്മിച്ചാൽ മതി. എ ഫണ്ണി ഫിലിം എന്നുള്ള ഇതിലും ഫണ്ണി എന്ന് പറയുന്നത് അഡ്ജക്റ്റീവാണ്, ഫിലിം എന്ന് പറയുന്നത് നൗണാണ്. ആ നൗണിനെ വിശേഷിപ്പിക്കുന്നു ഫണ്ണി എന്നുള്ള അഡ്ജക്റ്റീവ്. അത് രണ്ടും അടുത്തടുത്തുണ്ട്. ആട്രിബ്യൂട്ടീവ് അഡ്ജക്റ്റീവ് comes before the noun it qualifies. A foolish excuse. Foolish എന്ന് പറയുന്നത് attributive adjective ആണ്. കാരണം it comes before the noun it modifies. ഏതാണ് ആ noun? Excuse. A foolish excuse. കോമൺ ആയിട്ട് നമ്മൾ സംസാരത്തിന് ഉപയോഗിക്കുന്നതാണ് attributive adjectives. I saw a funny film yesterday. അപ്പോൾ നമ്മൾ ഫിലിമിനെ കുറിച്ചുള്ളൊരു വിവരത്തോടു കൂടിയാണ് നമ്മൾ ആ സെന്റൻസ് പറഞ്ഞത്. ഐ സോ എ ഫണ്ണി ഫിലിം യെസ്റ്റർഡേ. ഫണ്ണി ഫിലിം കണ്ടു എന്നാ പറയുന്നത്. ഐ റെഡ് എ ഗുഡ് സ്റ്റോറി യെസ്റ്റർഡേ. ഇന്നലെ ഒരു ഗുഡ് സ്റ്റോറി വായിച്ചു. അപ്പൊ ഇങ്ങനത്തെ കോമൺ ആയിട്ട് ആട്രിബ്യൂട്ടീവ് അഡ്ജക്റ്റീവ് ആയാലും ശരി, പ്രെഡിക്കേറ്റീവ് അഡ്ജക്റ്റീവ് ആയാലും ശരി, ഇതൊക്കെ സാധാരണ സംസാരങ്ങൾക്കും ഉപയോഗിക്കുന്നതാണ്. When the adjective is used predicatively, it comes after the noun. എന്നാൽ predicative ആയിട്ടാണ് adjective ഉപയോഗിച്ചിരിക്കുന്നതെങ്കിൽ അതെങ്ങനെയാ വരിക? After the noun it modifies. അത് ഏത് നൗണിനെ മോഡിഫൈ ചെയ്യുന്നു അതിനുശേഷമാണ് വരുന്നത്. അരുൺ ഈസ് നോട്ടി എന്നുള്ള ഈ സെന്റൻസിൽ നോട്ടി എന്ന് പറയുന്നത് ഒരു അഡ്ജക്റ്റീവ് ആണ്. കാരണം ഇറ്റ് മോഡിഫൈസ് എ നൗൺ. അത് ഏത് നൗണാണ്? അരുണിനെ കുറിച്ചാണ് പറയുന്നത്, നോട്ടിയാണ് എന്ന്. അപ്പൊ അരുണിനെ മോഡിഫൈ ചെയ്യുന്നു. അരുൺ ഈസ് നോട്ടി. അത് അരുണിന്റെ തൊട്ട് മുമ്പ് ഒന്നുമല്ല, അരുൺ കഴിഞ്ഞിട്ടാണ്, ആ നൗൺ കഴിഞ്ഞ് ഒരു വെർബും കഴിഞ്ഞിട്ടാണ് ആ നോട്ടി എന്നുള്ള അഡ്ജക്റ്റീവ്. അങ്ങനെയാണെങ്കിൽ അതിനെന്ത് പറയും? പ്രെഡിക്കേറ്റീവ് അഡ്ജക്റ്റീവ് എന്നാണ് പറയുന്നത്. വരുൺ ഈസ് ഇന്റലിജന്റ്. ഇതും അതുപോലെ തന്നെ പ്രെഡിക്കേറ്റീവ് അഡ്ജക്റ്റീവ് ആണ്. കാരണം ഇന്റലിജന്റ് എന്ന് പറയുന്നത് ഇറ്റ് മോഡിഫൈസ് വരുൺ. എന്നാൽ വരുൺ കഴിഞ്ഞിട്ടാണ് ആ ഇന്റലിജന്റ് എന്നുള്ള അഡ്ജക്റ്റീവ്. പക്ഷെ നമ്മൾക്ക് ഈ അഡ്ജക്റ്റീവിനെ, ഒരു അഡ്ജക്റ്റീവിനെ നമുക്ക് ആട്രിബ്യൂട്ടീവ് അഡ്ജക്റ്റീവ് ആയിട്ടും ഉപയോഗിക്കാം, പ്രെഡിക്കേറ്റീവ് അഡ്ജക്റ്റീവ് ആയിട്ടും ഉപയോഗിക്കാം. ഇപ്പൊ നമ്മൾ പറയാറുണ്ട് ഇന്റലിജന്റ് ബോയ്, ഇന്റലിജന്റ് ഗേൾ എന്നൊക്കെ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇന്റലിജന്റ് കഴിഞ്ഞിട്ടാണ് ദ നൗൺ ഇറ്റ് മോഡിഫൈസ് വരുന്നത് എങ്കിൽ അവിടെ അത് ആട്രിബ്യൂട്ടീവ് ആണ്. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഇന്റലിജന്റ്, വരുൺ ഈസ് ഇന്റലിജന്റ് എന്നുള്ള ഈ സെന്റൻസിൽ ഇന്റലിജന്റ് എന്ന് പറയുന്നത് ഒരു നൗണിനെ മോഡിഫൈ ചെയ്യുന്നുണ്ട്. അത് ഏത് നൗണാണ്? വരുൺ ആണ്. പക്ഷെ അത് കഴിഞ്ഞിട്ടാണ് ഇന്റലിജന്റ് എന്നുള്ള ആ അഡ്ജക്റ്റീവ് ഉള്ളത്. കാരണം ഇത് SVC പാറ്റേൺ സെന്റൻസുകൾ ആയതുകൊണ്ട്. ആട്രിബ്യൂട്ടീവ് അഡ്ജക്റ്റീവ്. ആട്രിബ്യൂട്ടീവ് അഡ്ജക്റ്റീവ് വളരെ ഈസി ആയിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയും. കാരണം അത് ഏത് നൗണിനെ വിശേഷിപ്പിക്കുന്നോ അതിന്റെ തൊട്ട് മുമ്പുണ്ടാവും. ഡാർക്ക് ചോക്ലേറ്റ് എന്നുള്ളതിലത്തെ ചോക്ലേറ്റ് ആണ് നൗണ്. അതിനെ വിശേഷിപ്പിക്കുന്നു ഏത് അഡ്ജക്റ്റീവ്? ഡാർക്ക്. ഷീ ലൈക്സ് ഡാർക്ക് ചോക്ലേറ്റ്സ്.
വി സാറ്റ് ഇൻ എ വുഡൻ ബെഞ്ച്. ഇവിടെ ബെഞ്ച് എന്നുള്ള നൗണിനെ വിശേഷിപ്പിച്ചുകൊണ്ട് വുഡൻ, ആ ബെഞ്ചിന്റെ ഒരു ക്വാളിറ്റിയാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. അത് മരം കൊണ്ടുള്ള ബെഞ്ചായിരുന്നു എന്നാണ് പറയുന്നത്. വുഡൻ ബെഞ്ച്. വി സാറ്റ് ഇൻ എ വുഡൻ ബെഞ്ച്. അപ്പൊ അത് ആ നൗണിന് തൊട്ട് മുമ്പ് അതിന്റെ പൊസിഷൻ അങ്ങനെയാണ് എന്നുള്ള കാര്യം ഓർമ്മിക്കുക. ഇറ്റ് കംസ് ബിഫോർ ദ നൗൺ ഇറ്റ് മോഡിഫൈസ്. Attributive adjective. We commonly use it. Meenu is a pretty girl. ഇവിടെ pretty girl, ഗേളിനെ വിശേഷിപ്പിക്കുന്നു. It modifies the girl. She is pretty. Pretty എന്നുള്ള adjective attributive adjective ആണ്. അത് ഗേൾ എന്നുള്ളതിനെയാണ് വിശേഷിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഗേളിന് മുമ്പ് അതുണ്ട്, pretty. കോമൺ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നു. That boy is a brilliant boy, a naughty boy, an intelligent boy, a beautiful girl, a brilliant girl. കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നതാണ് attributive adjective. അപ്പൊ അത് നല്ല രീതിയിൽ മനസ്സിലാക്കാൻ ഈസിയാണ്. predicative adjective അത് ഈസിയാണ്, അതും ഈസി തന്നെ. attributive adjective ഈസിയാണ്, predicative adjective ഈസിയാണ് to identify. The exam was difficult. ഇത് SVC പാറ്റേൺ തന്നെയാണ്. ഇവിടെ എന്താണ് ഡിഫിക്കൽട്ട്? എക്സാം. ആ എക്സാം ആണ് ഈ സെന്റൻസിലത്തെ സബ്ജക്റ്റ്. നമ്മൾ എന്തിനെ കുറിച്ച് പറയുന്നു? എക്സാമിനെ കുറിച്ച് പറയുന്നു. എക്സാം ഡിഫിക്കൽട്ട് ആയിരുന്നു എന്ന് പറയുന്നു. അപ്പൊ ഡിഫിക്കൽട്ട് എന്നുള്ള ആ അഡ്ജക്റ്റീവ് വരുന്നത് എക്സാം എന്ന് ഉള്ള ആ നൗണിൽ നിന്നും വ്യത്യസ്തമായിട്ട് അത് കഴിഞ്ഞിട്ടാണ് വരുന്നത്. എക്സാം കഴിഞ്ഞ് ഒരു വെർബ് കഴിഞ്ഞിട്ടാണ് ഡിഫിക്കൽട്ട് എന്ന അഡ്ജക്റ്റീവ് ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് പ്രെഡിക്കേറ്റീവ് അഡ്ജക്റ്റീവ് ആണ്. നിങ്ങൾ പറയേണ്ടത് എക്സാം വാസ് ഡിഫിക്കൽട്ട് എന്നല്ല. നിങ്ങൾ എന്താ പറയേണ്ടത്? ദ എക്സാം വാസ് ഈസി എന്ന് പറയണം. ഷീ വിൽ ബി ഹാപ്പി. ഇവിടെ ഷീ എന്നുള്ള പ്രോനൗണിനെയാണ് വിശേഷിപ്പിക്കുന്നത്, മോഡിഫൈ ചെയ്യുന്നത് ഹാപ്പി എന്നുള്ള അഡ്ജക്റ്റീവ്. ആരാ അവിടെ ഹാപ്പി? ഷീ. അതുകൊണ്ട് തന്നെ ഇത് പ്രെഡിക്കേറ്റീവ് അഡ്ജക്റ്റീവ് ആണ്. ദിസ് കംസ് ആഫ്റ്റർ ദ നൗൺ ഇറ്റ് മോഡിഫൈസ്. അതിന് ശേഷമാണ് വരിക. ആ നൗണിന് ശേഷം, നൗൺ കഴിഞ്ഞൊരു വെർബ് ഉണ്ട്, അതിനുശേഷമാണ് ഹാപ്പി എന്നുള്ള അഡ്ജക്റ്റീവ്. SVC പാറ്റേണിൽ കോമൺ ആയിട്ട് പ്രെഡിക്കേറ്റീവ് അഡ്ജക്റ്റീവ് ഉപയോഗിക്കപ്പെടുന്നുണ്ട്. അതിൽ അധികവും ബി വെർബുകളാണ് വരിക. SVC പാറ്റേണിൽ തന്നെ ബി വെർബാണ് അധികമായിട്ട് വരിക, ലിങ്കിങ് വെർബ് എന്ന് പറയുന്ന. വേറെ ഒന്ന് രണ്ട് വെർബുകളും വരും, അധികവും ബി വെർബ്, ബി ഫോം വെർബുകൾ. ഷീ വിൽ ബി ഹാപ്പി എന്നുള്ളതിൽ ഹാപ്പി എന്ന് പറയുന്നത് അഡ്ജക്റ്റീവ് ആണ്, അത് പ്രെഡിക്കേറ്റീവ് അഡ്ജക്റ്റീവ് ആണ്. ഇറ്റ് മോഡിഫൈസ് ദ പ്രോനൗൺ ഷീ. ദ എക്സാം, അപ്പൊ നിങ്ങൾ എന്താ പറയേണ്ടത്? ദ എക്സാം വാസ് ഈസി ഫോർ മീ. മൈ പാരന്റ്സ് വിൽ ബി ഹാപ്പി. അതുകൊണ്ട് തന്നെ പാരന്റ്സ് ഹാപ്പി ആയിരിക്കും. ഷീ വിൽ ബി ഹാപ്പി എന്നുള്ളതിന് പകരം എന്താ എഴുതണം നിങ്ങൾ? അവർ പാരന്റ്സ് വിൽ ബി ഹാപ്പി. ദ എക്സാം വാസ് ഈസി ഫോർ മീ. അങ്ങനെ കുറെ സെന്റൻസുകൾ എഴുതുക. അപ്പൊ നിങ്ങൾക്ക് ഒരു അത്യാവശ്യ ഘട്ടത്തിൽ എഴുതണം എന്ന് പറഞ്ഞാൽ ഈസി ആയിട്ട് എഴുതാൻ പറ്റും. ദ കേക്ക് വാസ് ഡെലീഷ്യസ്. ഇവിടെ ഡെലീഷ്യസ് എന്ന് പറയുന്നത് അഡ്ജക്റ്റീവ് ആണ്. ആ അഡ്ജക്റ്റീവ് ഏത് നൗണിനെയാണ് വിശേഷിപ്പിക്കുന്നത്? കേക്ക്. ഇവിടെ എന്താണ് ഡെലീഷ്യസ്? കേക്ക്. ആ കേക്ക് കഴിഞ്ഞിട്ടാണ് ഡെലീഷ്യസ് എന്നുള്ള അഡ്ജക്റ്റീവ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതും SVC പാറ്റേൺ തന്നെയാണ്. SVC പാറ്റേണുകളിലാണ് പ്രെഡിക്കേറ്റീവ് അഡ്ജക്റ്റീവ് കൂടുതലായും കാണപ്പെടുക. അഡ്ജക്റ്റീവ്സ്. The lazy boy was crying. ഇവിടെ lazy boy എന്നുണ്ട്, അതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയും. ഇത് ആട്രിബ്യൂട്ടീവ് അഡ്ജക്റ്റീവ് ആണ്. കാരണം ലേസി ബോയ് ലേസി എന്നുള്ളത് ആട്രിബ്യൂട്ടീവ് അഡ്ജക്റ്റീവ് ആണ്. കാരണം ഇറ്റ് കംസ് ബിഫോർ ദ നൗൺ ഇറ്റ് മോഡിഫൈസ്. ഏതാണ് ആ നൗണ്? ബോയ്. ബോയിനെ മോഡിഫൈ ചെയ്യാനാണ് എന്തുപയോഗിച്ചിരിക്കുന്നത്? ലേസി എന്നുള്ള അഡ്ജക്റ്റീവ്. ദ ലേസി ബോയ് വാസ് ക്രൈയിങ്. ആ ലേസി ബോയ് കരഞ്ഞുകൊണ്ടിരിക്കുന്നു, കരഞ്ഞുകൊണ്ടിരുന്നു. വാസ് എന്നാണ്.
The lazy boy is crying എന്നും പറയാം. ആട്രിബ്യൂട്ടീവ് അഡ്ജക്റ്റീവ് ആണ്, കാരണം ലേസി കഴിഞ്ഞിട്ട് അത് വിശേഷിപ്പിക്കുന്ന noun ഉണ്ട്. The lazy girl was crying. എങ്ങനെ വേണമെങ്കിലും സെന്റൻസ് മാറ്റാം. The girl was lazy. ഇവിടെ lazy എന്നുള്ള അതേ അഡ്ജക്റ്റീവ് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷേ അത് പ്രെഡിക്കേറ്റീവ് അഡ്ജക്റ്റീവ് ആണ്. കാരണം ലേസി എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെയാണ്? ഗേൾ. ആ ഗേൾ കഴിഞ്ഞിട്ട് വെർബും കഴിഞ്ഞിട്ടാണ് ആ ലേസി എന്നുള്ള അഡ്ജക്റ്റീവ് വേർഡ്. അപ്പോൾ ഒരു സെന്റൻസിനെ നീറ്റായിട്ടൊന്ന് മനസ്സിലാക്കിയാൽ ഈസി ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാം, ഇത് ആട്രിബ്യൂട്ടീവ് അഡ്ജക്റ്റീവ് ആണോ പ്രെഡിക്കേറ്റീവ് അഡ്ജക്റ്റീവ് ആണോ എന്നൊക്കെ. നമ്മൾ കോമൺ ആയിട്ട് നമുക്ക് സംസാരിക്കുമ്പോഴും ഇതൊക്കെ വേണ്ടി വരും. My sister was lazy, but she is intelligent now. I am also intelligent. നിറയെ അഡ്ജക്റ്റീവ്സ് നമ്മൾ സെന്റൻസുകളിൽ ഉപയോഗിക്കും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ നിറയെ അഡ്ജക്റ്റീവ് ഉപയോഗിച്ചുകൊണ്ട് ഓരോരുത്തരെയും എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതുക. ആട്രിബ്യൂട്ടീവ് അഡ്ജക്റ്റീവ് ബിഫോർ ദ നൗൺ. എന്താണ് ആട്രിബ്യൂട്ടീവ് അഡ്ജക്റ്റീവിന്റെ പൊസിഷൻ? ബിഫോർ ദ നൗൺ ഇറ്റ് മോഡിഫൈസ്. പ്രെഡിക്കേറ്റ് അഡ്ജക്റ്റീവിന്റെ പൊസിഷൻ എങ്ങനെയാണ്? ആഫ്റ്റർ ദ നൗൺ. ദ ഗേൾ വാസ് ലേസി എന്നുള്ളതിൽ ലേസി പ്രെഡിക്കേറ്റീവ് അഡ്ജക്റ്റീവ് ആണെങ്കിൽ, ദ ലേസി ബോയ് വാസ് ക്രൈയിങ് എന്നുള്ളതിൽ ലേസി എന്നുള്ളത് ആട്രിബ്യൂട്ടീവ് അഡ്ജക്റ്റീവ് ആണ്. കാരണം ആ ആട്രിബ്യൂട്ടീവ് അഡ്ജക്റ്റീവും അത് മോഡിഫൈ ചെയ്യുന്ന ബോയും തൊട്ടുണ്ട്. അങ്ങനെ ഈസി ആയിട്ട് ഈ ഒരു സെക്ഷൻ മനസ്സിലാക്കാൻ പറ്റും നിങ്ങൾക്ക്. നിറയെ സെന്റൻസുകളും എഴുതണം.